Hello guys, it's me, Jadu back with an interesting PUBG mobile tips and tricks. ഇന്ന് നമ്മൾ വീണ്ടും പഴയതുമാതിരി തന്നെ ലാഗ് ഫിക്സ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കോൺഫിഗും ഒരു ആക്റ്റീവ് ഫയൽ എന്തായാലും തരുന്നുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു കോൺഫിഗാണ്, നല്ല OP ഫയലാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയും നാൾ തന്ന ഒരു ഫയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഗ്രാഫിക്സ് വല്ലാണ്ട് കുറയ്ക്കും, ഒരു ഗ്രെയിൻസ് മാതിരിയാവും. ഓക്കെ, അപ്പോഴാണ് അത് ലാഗ് ഫിക്സ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഫയൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ TDA ഞാൻ അതിട്ടിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ലാഗ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് PUBG കളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, ഇത്തിരി സ്റ്റക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ അത്ര സ്റ്റക്കില്ലെങ്കിൽ ചെറുതായിട്ട് ഇത്തിരി സ്റ്റക്ക് ഉണ്ട്, അത് റെക്കോർഡിങ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിൽ ഗ്രാഫിക്സ് അധികം കുറയ്ക്കുന്നില്ല, ഒരു നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ഇപ്പോഴും കിട്ടുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ലാഗ് ഫിക്സ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ആക്റ്റീവോയും ഒരു കോൺഫിഗാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വലുതാക്കുന്നില്ല, പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇഫ് യു ആർ ന്യൂ ഓൺ അവർ യൂട്യൂബ് ചാനൽ, ജസ്റ്റ് സബ്സ്ക്രൈബ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ജസ്റ്റ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ മാക്സിമം. അപ്പോൾ അതിനുശേഷം നമുക്ക് നേരെ അപ്ലൈയിങ് പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കാണാം. ഓക്കെ, പിന്നെ ഒരു ആക്റ്റീവ് ഫയൽ വന്നിട്ട്, ആക്റ്റീവ് ഫയൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ FPS ഇപ്പോൾ ഒരു എത്രയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്, ഇപ്പോൾ 60 FPS ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ 60 FPS സ്റ്റേബിളായി നിർത്താൻ കഴിയുന്നതാണ് ഈ ഒരു ആക്റ്റീവോ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഫ്രെയിം റേറ്റ് FPS വെച്ചാണ് അത് സ്റ്റേബിളായി നിർത്താൻ ഉപയോഗിക്കുന്നതാണ് ആക്റ്റീവോ. അപ്പോൾ ഒരു ആക്റ്റീവോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. പിന്നെ ഒരു റോഡോഡോ ഫയലിൽ നമുക്ക് അതേമാതിരി തന്നെ നല്ല സ്മൂത്തായി കളിക്കാൻ പറ്റിയ, ഇത്തിരി ലാഗൊക്കെ കുറയ്ക്കാൻ പറ്റിയൊരു ഫയലാണ് റോഡോഡോ ഫയൽ. പിന്നെ ഒരു യൂസർ കസ്റ്റം ഫയലാണ് ഞാൻ തന്നതാണ്. അത് നമ്മുടെ ഗ്രാഫിക്സ് ഇത്തിരി കുറയ്ക്കുമെങ്കിലും പക്ഷേ ലാഗ് നന്നായി ഫിക്സ് ചെയ്യും. നല്ലൊരു OP ഫയലാണത്. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തൊക്കെ നല്ല അടിപൊളി ഫയലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അപ്ലൈയിങ് പ്രൊസീജിയറിലോട്ട് എടുക്കാം. ഇനി പറഞ്ഞ് വലുതാക്കുന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നൊരു ഫയൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. മോറിലോട്ട് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ടു അടിക്കുക, കറണ്ട് പാത്ത് അടിക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ അത് ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു 3 ഫയലുകളാണ്. അതിൽ നമുക്ക് ആദ്യം കോൺഫിഗ് സെലക്ട് ചെയ്യാം. അതിനകത്ത് എൻ്റെ ഫോൺ 3 GB ആണ്, അതിൻ്റെ 3 GB സെലക്ട് ചെയ്യുന്നു, 480p. അതിനകത്ത് ഞാൻ നോട്ട് ടെക്സ്ചറാണ് എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ 40 FPS ആണ് സെലക്ട് ചെയ്യുന്നത്, അൾട്രാ. എന്നിട്ട് എൻ്റെ സ്റ്റൈൽ കളർഫുള്ളാണ്, ഞാൻ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നേരെ സെലക്ട് കോൾ അടിക്കുന്നു, കോപ്പി അടിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാം, ഞാൻ എന്താ കോപ്പി അടിക്കുന്നു. എന്നിട്ട് നമുക്ക് ബാക്കിലോട്ട് വരാം. എന്നിട്ട് നമുക്ക് ആൻഡ്രോയിഡിലോട്ട് വരാം. ആൻഡ്രോയിഡിനകത്ത് വരാം, ഡാറ്റയിൽ വരാം, com.tension.ig വരാം, ഫയൽസിലോട്ട് വരാം, UE for ഗെയിംസിലോട്ട് വരാം, ഷാഡോ ട്രക്കർ എക്സ്ട്രയിലോട്ട് വരാം, വീണ്ടും ഒരു ഷാഡോ ട്രക്കർ എക്സ്ട്രാ, പിന്നെ സൈഡിലോട്ട് വരാം, കോൺഫിഗിലോട്ട് വരാം, ആൻഡ്രോയിഡിലോട്ട് വരാം. എന്നിട്ട് നമുക്ക് യൂസർ custom.ini ഫയലിൽ നിന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ യൂസർ കസ്റ്റം ഡിവൈസ് പ്രൊഫൈൽ തൊട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അവിടെ നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ബാക്കപ്പ് ഡിവൈസ് പ്രൊഫൈൽ വരെ മൊത്തം സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പേസ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് പേസ്റ്റായി. എന്നിട്ട് ബാക്ക് അടിക്കുക, എന്നിട്ട് യെസ് അടിക്കുക. എന്നിട്ട് നമുക്ക് നേരെ എവിടെയാണോ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡൗൺലോഡ്സിലാണോ വെച്ചാൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഡൗൺലോഡ്സിനകത്ത് ഇന്ന് നമ്മൾ ആക്റ്റീവോ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും വേരിയൻ്റ് ഉണ്ട്. ഞാൻ 40 FPS അവിടെ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആക്റ്റീവോ ഞാൻ 40 FPS കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ബാക്ക് അടിച്ച് നമുക്ക് വീണ്ടും ആൻഡ്രോയിഡിനകത്ത് വരാം. അതിനകത്ത് ഡാറ്റയിൽ വരാം. എന്നിട്ട് com.tension.ig എന്ന ഫയലുണ്ട്, അതിനകത്തോട്ട് വരാം. എന്നിട്ട് ഫയൽസിലോട്ട് വരാം. അതിനകത്ത് UE for ഗെയിംസിലോട്ട് വരാം, ഷാഡോ ട്രക്കർ എക്സ്ട്രാ, വീണ്ടും വരാം, ഷാഡോ ട്രക്കർ എക്സ്ട്രാ. അതിനകത്ത് സേവ്ഡിലോട്ട് വരാം. അതിനകത്ത് സേവ് ഗെയിംസിൽ വരാം. നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഓവർറൈറ്റ് വരും, അപ്ലൈ ടു ഓൾ അടിക്കുക, എന്നിട്ട് ഓവർറൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും അവിടെ കഴിയുകയാണ്. ഇനി നമുക്കുള്ളത് റോഡോഡോ ഫയലാണ്. അത് നമുക്ക് വീണ്ടും എവിടെയാണോ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് തിരിച്ചു പോവുക. ഓക്കെ, ഡൗൺലോഡ്സിലാണ് എൻ്റെ. എന്നിട്ട് റോഡോഡോ സൂപ്പർ അതിനകത്ത് സെലക്ട് ചെയ്യുമ്പോൾ റോഡോഡോ ഫയൽ ഉണ്ടാവും. അത് നമുക്ക് നേരെ കോപ്പി അടിച്ചിട്ട് വീണ്ടും നമുക്ക് ആൻഡ്രോയിഡിലോട്ട് പോകണം. ആൻഡ്രോയിഡിനകത്ത് ഡാറ്റയിലോട്ട് വേണം. അതിൽ com.tension.ig പോകണം. അതിനകത്ത് ഫയൽസിൽ വരണം. അതിൻ്റെ UE for ഗെയിംസിലോട്ട് വരണം, ഷാഡോ ട്രക്കർ എക്സ്ട്രാ, വീണ്ടും ഒരു ഷാഡോ ട്രക്കർ എക്സ്ട്രാ, സേവിഡിനകത്ത് വരാം. എന്നിട്ട് അവിടെ തന്നെ നമുക്കിത് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്ലൈ ടു ഓൾ അടിക്കുക, ഓവർറൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അപ്ലൈയിങ് പ്രൊസീജിയർ, ഇത്രേ ഉള്ളൂ. ഓക്കെ.